Hi students, NEET examine വേണ്ടിയിട്ടുള്ള തകൃതിയായിട്ടുള്ള തയ്യാറെടുപ്പിലായിരിക്കും നിങ്ങൾ ഓരോരുത്തരും. എക്സാമിന്റെ ഡേറ്റ് അടുത്ത് വരുവാണ്. അപ്പോൾ അതിന്റേതായിട്ടുള്ള ചെറിയ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ നമുക്ക് എല്ലാവർക്കും തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നീറ്റിന്റെ സ്കോർ ഡിസൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം നീറ്റിന്റെ സ്കോർ തീരുമാനിക്കുന്ന ഏറ്റവും മെയിൻ കാര്യം പഠിത്തം തന്നെയാണ്. എത്രമാത്രം നമ്മൾ കൂടുതൽ ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ടോ, എത്രമാത്രം പഠിച്ചിട്ടുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മാർക്ക് വരിക. പക്ഷെ അതിനപ്പുറത്തേക്ക് പഠിച്ചാൽ മാത്രം പോരാ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പം അതേതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ കാര്യം ടൈം മാനേജ്മെൻ്റ് ആണ്. നമുക്ക് 3 മണിക്കൂർ 20 മിനിറ്റാണ് എക്സാമിൻ്റെ സമയം. നമുക്ക് എഴുതാനായിട്ട് അല്ലെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് അതിൽ നിന്നൊരു 10-15 മിനിറ്റ് കുറവായിരിക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. എക്സാമിൻ്റെ ഈ പറയുന്ന ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് പോകും. അപ്പോൾ ഒരു 3 മണിക്കൂർ 5 മിനിറ്റൊക്കെ കൂട്ടിയാൽ മതി എക്സാമിന് നമുക്ക് കിട്ടുന്ന സമയം. ഈ സമയം ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെ എക്സാമിൻ്റെ സ്കോർ ഇരിക്കുന്നത്. അപ്പോൾ അതിലൊരു കാര്യം കൂടി ഞാൻ പറയാം. സാധാരണ കുട്ടികൾ വരുത്താൻ സാധ്യതയുള്ള ഒരു മിസ്റ്റേക്ക്, സമയം പാഴാക്കി കളയുന്ന ഒരു രീതി. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ വെറുതെ എഴുതി നോക്കും. അത് ശരിക്കും ബോർഡ് എക്സാമിനൊക്കെ നമ്മൾ ശീലിക്കുന്ന ഒരു രീതിയാണ്. എഴുതുക അല്ലേ, ബോർഡ് എക്സാമിന് എത്രമാത്രം കൂടുതൽ എഴുതുന്നോ അതിനനുസരിച്ചാണ് നമ്മുടെ മാർക്ക്. പക്ഷേ എൻട്രൻസ് എക്സാംസ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. നമ്മൾ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ എഴുതുന്നത് എന്താണെന്നുള്ളത് ഇത് വാല്യൂ ചെയ്യുന്ന ആരും നോക്കാൻ പോകുന്നില്ല. വാല്യൂ ചെയ്യുന്ന ആൾക്ക് എന്താ കിട്ടുക? നമ്മുടെ റെസ്പോൺസ് ഷീറ്റ് മാത്രമാണ് കിട്ടുക. അതിൽ നമ്മൾ ഓപ്ഷൻസ് ബബിൾ ചെയ്തത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് മാത്രമേ ഇതിൻ്റെ വാല്യുവേഷനിൽ നോക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഇത് വെറുതെ എഴുതുക എന്നുള്ളൊരു ശീലം കുട്ടികളിലുണ്ട്. ഒരു സിമ്പിൾ ഇക്വേഷൻ, ആ ഇക്വേഷൻ വെറുതെ എഴുതി വയ്ക്കും, എന്നിട്ട് വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയം മിസ്സായി പോകും. അപ്പോൾ എഴുത്ത് എന്നുള്ളത് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നീറ്റ് എക്സാമിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം, ടൈം മാനേജ്മെൻറ്റിൽ പ്രത്യേകിച്ച്. ഇനി അടുത്ത പോയിന്റ്, എങ്ങനെയാണ് നെഗറ്റീവ് മാർക്കുകൾ കുറയ്ക്കുക? എൻട്രൻസ് എക്സാം ആണ്, അതിൽ ഏറ്റവും വലിയ നമ്മുടെ ചാലഞ്ച് എന്ന് പറയുന്നത് ഉത്തരം തെറ്റിപ്പോയാൽ നെഗറ്റീവ് മാർക്ക് വരും അല്ലേ. അപ്പോൾ ഈ നെഗറ്റീവ് മാർക്ക് വരുന്നതിനനുസരിച്ച് നമ്മുടെ സ്കോർ വല്ലാതെ കുറയും. അപ്പോൾ ഒരിക്കലും നമുക്ക് ഷുവർ അല്ലാത്തൊരു ആൻസർ വെറുതെ നമ്മൾ ഗസ് ചെയ്തുകൊണ്ട് ഒരിക്കലും എഴുതി വെക്കരുത്, ബബിൾ ചെയ്യരുത്. കറക്കി കുത്തുന്ന ശീലം ഒട്ടും നല്ലതല്ല എൻട്രൻസ് എക്സാംസിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ചെയ്താൽ നമ്മുടെ ഉള്ള മാർക്കും കൂടെ കുറഞ്ഞ് നമ്മുടെ എക്സാം ആകെ അവതാളത്തിലായി പോകും. അപ്പോൾ ഒരിക്കലും നെഗറ്റീവ് മാർക്കിംഗ് വരുന്ന രീതിയിൽ ഗസ് ചെയ്യാനോ നമുക്ക് അറിയാത്ത ആൻസറിനെ കറക്കി കുത്താനോ പോകരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സാമിന് നമ്മൾ എടുക്കുന്ന സ്ട്രാറ്റജിയാണ്. നീറ്റ് എക്സാമിന് 3 സബ്ജക്റ്റുകളാണുള്ളത്: ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഈ 3 സബ്ജക്റ്റിൽ സാധാരണ നമ്മൾ കണ്ടുവരുന്ന എക്സാമിൻ്റെ പാറ്റേൺ അനുസരിച്ച് ഒരു സബ്ജക്റ്റിൻ്റെ പേപ്പർ എപ്പോഴും ലെങ്തി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ വർഷത്തെ 2022 നീറ്റിന് ബയോളജി ഒരു ഇത്തിരി ലെങ്തി ആയിരുന്നു. പക്ഷേ ഫിസിക്സ് വളരെ എളുപ്പമായിരുന്നു, കെമിസ്ട്രിയും എളുപ്പമായിരുന്നു. ഇനി അതിന് തൊട്ട് മുൻപത്തെ വർഷം നമ്മൾ എടുത്താൽ ബയോളജി വളരെ എളുപ്പമായിരുന്നു, കെമിസ്ട്രി എളുപ്പമായിരുന്നു, പക്ഷേ ഫിസിക്സ് കുറച്ച് ലെങ്തി ആയിരുന്നു. അപ്പോൾ ഈ 3 സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ലെങ്തി ആവാനുള്ളൊരു സാധ്യതയുണ്ട്. മറ്റ് 2 സബ്ജക്ട്സും നമുക്ക് കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പമായിരിക്കും. ഇതാണ് കഴിഞ്ഞ കുറച്ച് എക്സാംസിന് നമ്മൾ കണ്ടുവരുന്ന ഒരു പാറ്റേൺ. ഇത് തന്നെ പിന്തുടരും ഈ എക്സാമിനും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, എക്സാം സ്ട്രാറ്റജി ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ആദ്യത്തെ പകുതി സമയത്തിൽ തന്നെ 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ 3 സബ്ജക്റ്റിൻ്റെയും പേപ്പേഴ്സ് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചെത്തിയിരിക്കണം. ഇതിൻ്റെ പ്രത്യേകത 3 സബ്ജക്റ്റും കൂടി ഒരു 60-നും 70-നും ഇടയിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ എളുപ്പമുള്ളതായിരിക്കും. ആദ്യത്തെ വായനയിൽ തന്നെ ഒട്ടും ആലോചിക്കേണ്ടി വരാതെ ശരിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന 60-നും 70-നും ഇടയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് പക്ഷേ പല സ്ഥലത്തായിട്ട് ചിതറിക്കിടക്കുമായിരിക്കും. ചിലപ്പോൾ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസിൻ്റെ ഇടയിലൊക്കെ മിക്സ് ചെയ്തിട്ടായിരിക്കും ഇത് കിടക്കുന്നത്. ഇതിനെ കണ്ടുപിടിക്കുക, സ്പോട്ട് ചെയ്യുക, എന്നിട്ട് വളരെ പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമുക്ക് എഴുതാൻ പറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എക്സാം സ്ട്രാറ്റജി നമ്മൾ തീരുമാനിക്കുമ്പോൾ ആദ്യത്തെ 1.5 മണിക്കൂറിൽ തന്നെ എല്ലാ സബ്ജക്റ്റിലൂടെയും നമ്മൾ പോയിട്ടുണ്ടാവണം. കാരണം ഏതാണ് ഈസി ഏതാണ് ലെങ്തി എന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോഴേ നമുക്ക് മനസ്സിലാവും. മുൻപ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഒരിക്കലും നമ്മൾ അറ്റൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മിസ്സാവുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ അത് വളരെ ഇതിനെല്ലാം പുറമെ
നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ഉടുത്തിരിക്കുന്ന ഡ്രസ്സ്, എക്സാമിൻ്റെ ദിവസം നമ്മൾ എത്രമാത്രം യാത്ര ചെയ്യുന്നു, നമ്മൾ ആരോടൊക്കെ ഇൻറ്ററാക്ട് ചെയ്യുന്നു, ഇങ്ങനെ ചെറിയ ചെറിയ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പല കാര്യങ്ങളും നമ്മുടെ എക്സാം സ്കോറിനെ ബാധിക്കുന്നവയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോസിനും ഡീറ്റെയിൽസിനുമായി എറൈസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.